വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം ഓർമ്മിപ്പിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ വൈസ് ചാൻസലർമാർക്ക് വീണ്ടും കത്ത് നൽകി. പരിപാടി നടത്തരുതെന്ന് ആവശ്യപ്പെടാനാണ് സർക്കാർ നീക്കം. വിനീഷ് ചേരുന്നു. വിനീഷ് പറയും. വിനീഷിലേക്ക് എത്താം. വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം ഓർമ്മിപ്പിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വൈസ് ചാൻസലർമാർക്ക് വീണ്ടും കത്ത് നൽകിയിരിക്കുകയാണ്. വിനീഷ്, വിഭജന ഭീതി അനുസ്മരണ ദിനാചരണം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വൈസ് ചാൻസലർമാരെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതനുസരിച്ച് പരിപാടി നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകി എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും നേരത്തെ തന്നെ 2 ആഴ്ച മുമ്പ് തന്നെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ വിഭജന ഭീതി ദിനം കേരളത്തിലെ സർവകലാശാലകളിൽ ആചരിക്കണമെന്ന നിർദ്ദേശം ഗവർണർ വൈസ് ചാൻസലർമാർക്ക്, സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാർക്ക് നൽകിയിരുന്നു. അത് പിന്നീട് അത്തരത്തിൽ നടത്തുന്നതിനെതിരെ പ്രതിപക്ഷവും ഭരണപക്ഷവും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആകെ ഭാരമായി മാറുകയാണ് ഗവർണറുടെ ഈ നിർദ്ദേശം എന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രതികരിച്ചിരുന്നത്. 14-ാം തീയതിയാണ് വിഭജന ഭീതി എല്ലാ ക്യാമ്പസുകളിലും ആചരിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിർദ്ദേശം നൽകിയത്. കേരളത്തിൽ എവിടെയും നടപ്പിലാക്കില്ല എന്ന നിലപാടുമായി പ്രതിപക്ഷവും ഭരണപക്ഷവും രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ എല്ലാ സർവകലാശാലകളിലും ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ റിപ്പോർട്ട് ഗവർണർക്ക് രാജ്ഭവനിൽ കൈമാറണമെന്നാണ് വൈസ് ചാൻസലർമാർക്ക് ഇപ്പോൾ ഗവർണർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടുമായി SFIയും KSUവും രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യവുമുണ്ട്. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ വിഭജന ഭീതി ദിനം ആചരിക്കാൻ തന്നെയാണ് വൈസ് ചാൻസലർമാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സർക്കാർ പ്രത്യക്ഷമായി തന്നെ എതിർത്തുകൊണ്ട് രംഗത്തെത്തി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കമുള്ള രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.